ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ചില ശക്തമായ മനുഷ്യാവകാശങ്ങളെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്ന് ഓരോ പൗരന്റെയും കയ്യിലുള്ള ഒരു ടൂൾ കിറ്റ് പോലെയാണ്. അപ്പോ നമ്മുടെ ഭരണഘടന തരുന്ന ഈ ടൂൾ കിറ്റില് എന്തൊക്കെ ഉപകരണങ്ങളാ ഉള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം, അല്ലേ? എന്തൊരു ശക്തമായ വാക്കുകളാണിത്, അല്ലേ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണിത്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും അടിത്തറ ഇടുന്നത് ഈ വാക്കുകളാണ്. നമ്മുടെ ഭരണഘടനയുടെ മുഴുവൻ ലക്ഷ്യവും അതിന്റെ വാഗ്ദാനവുമെല്ലാം ഈയൊരു ഭാഗത്ത് ഒതുക്കിയിട്ടുണ്ട്. നീതി, സ്വാതന്ത്ര്യം, സമത്വം ഇതൊക്കെ ഓരോ പൗരനും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യയുടെ മനുഷ്യാവകാശ വാഗ്ദാനം. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്നാണ്. അതെന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കിയ ഒരു ആഗോള രേഖയാണത്. അതിൽ നിന്നാണ് നമ്മളും ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തത്. ശരി, അപ്പോ ഈ അവകാശങ്ങളൊക്കെ ഭരണഘടനയിൽ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും 2 ഭാഗങ്ങളായിട്ടാണ് ഇവയെ തിരിച്ചിട്ടുള്ളത്. ഈ 2 ഭാഗങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഓരോ പൗരന്റെയും അവകാശങ്ങൾക്ക് ഒരു പൂർണ്ണമായ സംരക്ഷണം കിട്ടുന്നത്. നോക്കൂ, ഇതാണ് ആ 2 തൂണുകൾ. 1 മൗലികാവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 2 നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിയമപരമായി കിട്ടേണ്ട അവകാശങ്ങളാണ്. അതാരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് നേരെ കോടതിയിൽ പോകാം. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ ലക്ഷ്യം വെക്കേണ്ട ചില നല്ല കാര്യങ്ങളാണ്, ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലളിതമായി പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ പറയുന്നത് സർക്കാർ നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതേസമയം നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത് സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവ രണ്ടിനെയും ചേർത്ത് ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2 ഭാഗങ്ങളും പരസ്പരം എതിർക്കുന്നവയല്ല. സത്യം പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഒരു പൗരന്റെ പൂർണ്ണമായ ക്ഷേമം ഉറപ്പാക്കണമെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചേ പറ്റൂ. ഒന്ന് വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ മറ്റൊന്ന് സമൂഹത്തിന്റെ പൊതുവായ നന്മ ലക്ഷ്യം വെക്കുന്നു. അപ്പോ ഇനി നമ്മുടെ ടൂൾ കിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലേക്ക് വരാം. നിയമപരമായി നമുക്ക് ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങൾ. ഇതാണ് ആ 6 അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇവയെല്ലാം ഓരോ പൗരനും കിട്ടുന്ന വ്യക്തമായ നിയമപരിരക്ഷയാണ്. ഏറ്റവും പ്രധാനം, ഈ അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ നമുക്ക് നേരെ കോടതിയിൽ പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിലൊരെണ്ണം, അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമൊന്ന് എടുത്തു നോക്കാം. അതിനുള്ളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കൂ. നമുക്ക് സംസാരിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും യൂണിയനുകളും ഉണ്ടാക്കാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, നമുക്കിഷ്ടമുള്ള ഏതു ജോലിയും ചെയ്യാം. കണ്ടില്ലേ എത്ര വിശാലവും പ്രായോഗികവുമാണ് ഈ അവകാശങ്ങളെന്ന്? ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ്. ശരി, അടുത്ത ഭാഗം നമ്മുടെ അവകാശങ്ങളുടെ സംരക്ഷകർ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വാഭാവികമായ ചോദ്യം വരുന്നുണ്ടാവും. ഈ അവകാശങ്ങളൊക്കെ ഉണ്ടെന്നത് നല്ല കാര്യം, പക്ഷേ ഇത് ആരെങ്കിലും ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ സംരക്ഷിക്കാനൊരു സംവിധാനം വേണ്ടേ? തീർച്ചയായും വേണം. അവിടെയാണ് നമ്മുടെ സംരക്ഷകർ വരുന്നത്. അതെ, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് നോക്കാം അവ ഏതൊക്കെയാണെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. അതായത് കോടതികൾ. മൗലികാവകാശങ്ങളുടെ ഗാർഡിയൻ എന്ന് തന്നെ കോടതികളെ പറയാം. സർക്കാരുണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അത് റദ്ദാക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട്. ഇതിനാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ റിട്ടുകളെന്ന് പറയുന്ന പ്രത്യേക ഉത്തരവുകൾ ഇറക്കാനും കോടതിക്ക് പറ്റും. പോരാത്തതിന് പൊതുതാൽപര്യ ഹർജികൾ വഴി സാധാരണക്കാർക്കുപോലും പൊതുവായ പ്രശ്നങ്ങളിൽ ഇടപെടാനും നീതി തേടാനും അവസരമുണ്ട്. കോടതികൾക്ക് പുറമേ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമുണ്ട്. NHRC 1993 സ്ഥാപിച്ച ഒരു സ്വതന്ത്ര സ്ഥാപനമാണിത്.
ഇവരുടെ പ്രധാന ജോലി രാജ്യത്തെവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നാലും അത് അന്വേഷിക്കുക എന്നതാണ്. ജയിലുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ പരിശോധിക്കാനും ഗുരുതരമായ കേസുകളിൽ കോടതിയിൽ ഇടപെടാനും ഇവർക്ക് കഴിയും. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആരും പരാതി കൊടുത്തില്ലെങ്കിൽ പോലും ഒരു മനുഷ്യാവകാശ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കമ്മീഷന് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് പൗരനെ ശരിക്കും ശാക്തീകരിക്കുന്ന ഈ അടുത്ത കാലത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണത്തിലേക്ക് കടക്കാം. അതാണ് അറിയാനുള്ള അവകാശം. 2005 ഈ ചരിത്രപരമായ നിയമം പൂർണ്ണമായിട്ടും നിലവിൽ വന്നത്. ഇത് പൗരന്റെ കൈകളിലേക്ക് ഒരു പുതിയ, ശക്തമായ അധികാരം നൽകി. അതാണ് സർക്കാർ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുള്ള അധികാരം. വിവരാവകാശ നിയമം അഥവാ RTI. ഇത് സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനുള്ള ഒരു വിപ്ലവകരമായ ചുവടുവെപ്പാണ്. ലളിതമായി പറഞ്ഞാൽ, ഏതൊരു പൗരനും ഒരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചു വാങ്ങാൻ അധികാരം നൽകുന്ന നിയമമാണിത്. ഇത് പൗരശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. അപ്പോ ഈ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ശക്തമായ ഉപകരണം ഉപയോഗിക്കുന്നത് വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ ലളിതമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഏത് ഓഫീസിൽ നിന്നാണോ വിവരം വേണ്ടത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അഥവാ PIOക്ക് രേഖാമൂലമൊരു അപേക്ഷ കൊടുക്കുക. അത്രയുള്ളൂ. നിയമപ്രകാരം 30 ദിവസത്തിനകം അവർ നിങ്ങൾക്ക് മറുപടി നൽകണം. ഇത് കാണിക്കുന്നത് ഈ നിയമം എത്രത്തോളം സാധാരണക്കാരന് പ്രാപ്യമാണ് എന്നാണ്. ആർക്കും ഈ നിയമം ഉപയോഗിച്ച് സർക്കാരിൽ നിന്ന് വിവരങ്ങൾ നേടാം. അപ്പോ ഭരണഘടന നമുക്ക് ഒരു ഗംഭീര ടൂൾ കിറ്റ് തന്നെ തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഇതാണ്: ഈ ഉപകരണങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം വളരെ ലളിതമാണ്. അത് നമ്മൾ ഓരോരുത്തർക്കുമാണ്. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക, അവ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഈ ടൂൾ കിറ്റ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്.